ഹലോ, ഇന്ന് നമുക്ക് നല്ലൊരു ഏട്ടക്കറി ഉണ്ടാക്കിയാലോ. അപ്പം വളരെ പെട്ടെന്ന് തന്നെ നല്ല നാടൻ രീതിയിൽ തേങ്ങ അരച്ച ഏട്ടക്കറി എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. അതിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളിയും പച്ചമുളകും ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കൂടി ഞാൻ എടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം നന്നായിട്ട് അരിഞ്ഞ് സെറ്റാക്കി വെക്കുക. അപ്പം ഞാൻ ഓരോന്ന് വെച്ചെടുത്തിട്ടുള്ളേ. ഒരു തക്കാളിയും ഒരു ഉള്ളിയൊക്കെ എടുത്തിട്ടുള്ളൂ. കാരണം എൻ്റെ കുറച്ചുള്ളൂ മീൻ, 1/2 കിലോ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ ഇൻഗ്രീഡിയൻസും കുറച്ചാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ അതെല്ലാം കൂടി അരിഞ്ഞ് സെറ്റാക്കി ഞാനൊരു ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്കിട്ട് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അതിന് കുറച്ച് നേരം ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിലേക്ക് ഇത്തിരി ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. പിന്നീട് അതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. പിന്നീട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മെയിൻ ഘടകം മുളക് പൊടിയാണ്. അപ്പോൾ ഇത്തിരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ മല്ലിപ്പൊടിയും കൂടി ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ട് ഞാൻ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അപ്പം അതും കൈവച്ച് നന്നായി ഉടച്ച് അതിൻ്റെ നീര് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. പുളിവെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കിയപ്പോൾ നല്ലൊരു ഗ്രേവി രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കളർഫുള്ളായിട്ടുള്ളൊരു ഗ്രേവി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് മീനിട്ടിട്ട് തിളപ്പിച്ചെടുത്താലും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാനിപ്പം തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ ഞാൻ മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. ഒരിത്തിരി ചെറിയ ഉള്ളിയും പെരുംജീരകവും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് കലക്കി കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ കഴുകി ഫ്രഷാക്കി വെച്ച മീനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വീണ്ടും തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നല്ല രീതിക്ക് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ലൊരു നാടൻ കറി ഉണ്ടാക്കാനായിട്ട് തേങ്ങ അരച്ചിട്ടുള്ള. അപ്പം എല്ലാവരും ഒന്ന് ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കേ.